കാസർകോട് കൊളത്തൂർ മടന്തക്കോട് തുരങ്കത്തിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തി. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പുലിയെ കൂട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, പുലിയെ കൂട്ടിലാക്കിയോ? എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? ഭദ്ര, ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ പുലിയെ നാട്ടുകാർ കണ്ടെത്തിയത്. മടന്തക്കാട് സ്വദേശിയായിട്ടുള്ള അനിലിന്റെ വീടിന് സമീപത്തായുള്ള ഒരു തുരങ്കത്തിൽ ഈ പുലി അകപ്പെടുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടി വനത്തിലേക്ക് വിട്ടയക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ ഉള്ളത്. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ വാർത്ത പരന്നതിന് പിന്നാലെ വലിയ രീതിയിൽ നാട്ടുകാർ അടക്കം ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ഈ പുലിയുടെ നിലവിലെ സാഹചര്യം എന്താണ് എന്ന് വനംവകുപ്പ് അധികൃതർക്ക് മനസ്സിലാക്കുന്നതിൽ പ്രയാസങ്ങളുണ്ട്. മാത്രമല്ല, ഇവിടെ ഈ വെളിച്ചക്കുറവ് വളരെ രൂക്ഷമായി അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ അടക്കം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പുലിയെ പിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഈ മയക്കുവെടി വെച്ചതിന് ശേഷം പുലിയെ കൂട്ടിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക. പിന്നീട് ഇതിനെ ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പ്രദേശത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി പെർളത്തടുക്കം കൊളത്തൂർ ഭാഗത്ത് ഈ പുലിയുടെ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പുലിയെ പിടികൂടാത്തതിനെതിരെയും വന്യമൃഗങ്ങൾ വലിയ രീതിയിൽ നാട്ടിലെ മൃഗങ്ങളെയും ജനങ്ങൾക്കും ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളൊക്കെ നാട്ടുകാർ നേരത്തെ തന്നെ സംഘടിപ്പിച്ചിരുന്നു. എന്തായാലും പുലിയെ ജനവാസ മേഖലയിൽ കണ്ടെത്തിയിരിക്കുന്നതോടെ വലിയ ആശങ്കയിലാണ്. എന്തായാലും പുലിയെ ഇന്ന് രാത്രിയോട് കൂടി തന്നെ മയക്കുവെടി വെച്ച് കൂട്ടിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമം, അതിനുശേഷം കാട്ടിലേക്ക് തുറന്നു വിടാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ വനം വകുപ്പ് അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആതിര.